ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്ന് എൻ്റെ ഹാപ്പിനെസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ കാര്യം എന്നുള്ളത്. എന്താണ്, ഇന്ന് എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അന്നേരം ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചേർത്തലേക്ക് പോവാണ്. അപ്പോൾ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് ലേറ്റായാണ് ഇറങ്ങുന്നത്. സന്ധ്യയാവും നമ്മളുടെ ചേർത്തല വീട്ടിലെത്തുമ്പോഴേക്കും. അപ്പോൾ അവിടെ ടോണിയും റോസിയും പപ്പയും മമ്മിയും ഒക്കെ ജോയിൻ ചെയ്യും. അപ്പോൾ ഞങ്ങൾ ചേർത്തലയുള്ള ഒരു ചേർത്തലയല്ല, പ്രോപ്പർ ചേർത്തലയല്ല, കുമരകം ആ ഒരു സൈഡിലുള്ള ഒരു റിസോർട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിറങ്ങിയതുകൊണ്ടാണ് ഇച്ചിരി ലേറ്റായി. എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ കയറി. അപ്പം തന്നെ അവരെയും കൂട്ടി സന്തേരി എന്ന് പറഞ്ഞിട്ടുള്ള മാരാരിക്കുളത്തുള്ള ബീച്ച് റിസോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു ഡിന്നർ ആൻഡ് ഒരു ചെറിയൊരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചത് ടോണിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ടോണിയാണ് എല്ലാം അറേഞ്ച് ചെയ്തതും കാര്യങ്ങളൊക്കെ. ഈ സന്തേരീനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഒരു മുത്തൂറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ മുത്തൂറ്റിൻ്റെ ഈ സന്തേരി ക്ലബ് എന്നും സന്തേരി റിസോർട്ട്സ് എന്നും ഒക്കെ പറഞ്ഞ് പല പ്രോപ്പർട്ടീസ് ഇവർക്കുണ്ട്. ഒരു തേക്കടിയും ആലപ്പുഴയും ഒക്കെ ആയിട്ട് പല പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് കൂടാതെ ഇവർക്ക് ഹൗസ് ബോട്ട്സും ഉണ്ട്. നമ്മൾ ഇവിടെ വന്നപ്പോൾ മുതൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒറ്റ മലയാളികൾ കാണാനില്ല, ഒറ്റ ഇന്ത്യക്കാരെ കാണാനില്ല. വരുന്ന മൊത്തം ഗസ്റ്റും യൂറോപ്യൻസും അമേരിക്കൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ റൂംസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ റൂംസും ഓപ്പൺ ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ വില്ല ടൈപ്പിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അങ്ങനത്തെ റൂംസ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ എന്താ പറയുക ഒരു ഹോട്ടൽ മുറി പോലെയല്ല. നമ്മൾ മൊത്തത്തിൽ എല്ലാം ഈ വില്ല സെറ്റപ്പിലാണ് ഇവിടുത്തെ റൂംസും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവർക്ക് നമ്മളുടെ മാരാരിക്കുളം ബീച്ചിലേക്ക് ഒരു പ്രൈവറ്റ് ആക്സസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ടോണി മുൻപ് ഈ പ്രോപ്പർട്ടി വന്ന് ഒരു ദിവസം താമസിച്ചിട്ടുള്ളതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ കൂടുതൽ ഭാഗങ്ങളൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾ വന്നപ്പോഴേക്കും നല്ല ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ചെറിയൊരു വെട്ടത്തിൽ ഇങ്ങനെ നമ്മൾ ഇവിടേക്ക് ഈ നമ്മളുടെ റെസ്റ്റോറൻറ്റിലേക്ക് എത്തി എന്നല്ലാതെ നമുക്ക് ആ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊന്നും കൂടുതൽ കാണാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഒരു ചെറിയ കേക്കാണ് അവിടെ അവൈലബിൾ ആയിരുന്നത്. ആ ചെറിയ കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ എന്തായാലും ഇനി ഒരു ദിവസം വേറൊരു ദിവസം എന്തായാലും ഇവിടെ വരുമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് മൊത്തം പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇവിടെ 20ഓളം വില്ലാസാണ് വരുന്നത്. എല്ലാ വില്ലാസിലും ചെറിയൊരു ഗാർഡനും പിന്നെ ഈ ഓപ്പൺ ഷവർ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുകൂടാതെ നമുക്ക് ഇവിടെ താമസിക്കാൻ വരുന്ന ഒരു ദിവസത്തെ ചാർജ് എന്ന് വെച്ചാൽ ഒരു 18,000 to 25,000 വരെ ആണ് ഒരു ദിവസത്തെ ചാർജ് വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.